നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി, അവള് പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്നാ തോന്നുന്നേ. ഗായത്രി ദേവിയെ വീഡിയോയിൽ കണ്ടുവെന്ന് ജാസ്മിൻ ചുമ്മാ പറയുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗായത്രി വീഡിയോയിൽ ഉള്ളതുകൊണ്ട് തന്നെ ആവും അവൾ ധൈര്യപൂർവ്വം അത് നമ്മളെ കാണിക്കാൻ തയ്യാറായത്. അങ്ങനെ ഗായത്രി ദേവി ഇവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണമല്ലോ ചേച്ചി. അമ്മ എന്നാ എന്നെ കാണാൻ വരുന്നത്? പാർവതിക്ക് ദർശനം കൊടുക്കുന്നത് പോലെ അമ്മ എന്നാ എനിക്ക് ദർശനം തരുന്നത്? ഒന്ന് വേഗം വാ അമ്മേ, എനിക്ക് അമ്മയെ കാണണം. ഒരുപാട് നേരം സംസാരിക്കണം. എനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പുള്ള പലതും എനിക്കറിയില്ലല്ലോ. അതല്ല, എനിക്ക് അമ്മയിൽ നിന്നറിയണം. താരാട്ട് പാടി ഉറക്കിയതും താലോലിച്ചതും നിലത്തിഴഞ്ഞതും പിച്ച വച്ചതുമെല്ലാം. അല്ല വിശാൽ സർ, എന്താ അമ്മയുടെ ഒരു കുശലം പറിച്ചില്ല? ഓ, ചുമ്മാ ഓരോന്ന്. എന്താ എന്നോടത് പറയാൻ മടിയാണോ? എന്തിന്? എൻ്റെ നല്ല പാതിയോട് ഞാൻ എന്ത് മറച്ചു വയ്ക്കാനാ? ഞാൻ വെറുതെ പറഞ്ഞതാ സർ. അമ്മയോട് പറഞ്ഞത് അമ്മ മാത്രം അറിഞ്ഞാൽ മതി. അതാ അതിൻ്റെ ഒരു ശരി. ഒന്നുമില്ലടോ, ഞാൻ അമ്മയോടൊന്ന് പരിഭവിച്ചത്. പരിഭവം? എന്തിനാ പരിഭവിച്ച? അമ്മ പാർവതിയെ കാണാൻ മാത്രമല്ലേ വരുന്നുള്ളൂ, എന്നെ കാണാൻ വരുന്നില്ലല്ലോ. അതിനാണോ പരിഭവിച്ച്? വിശാൽ സാറിനെ കാണാൻ ദേവമ്മ തീർച്ചയായിട്ടും വരും. അതിന് എന്നാണ്? ഇപ്പോ അതിനുള്ള സമയമായിട്ടില്ലെന്നാ ഓരോ പ്രാവശ്യവും എന്നെ കാണാനായിട്ട് വരുമ്പോ അമ്മ പറയുന്നത്. എനിക്ക് ഇനിയും ഇങ്ങനെ കാത്തിരിക്കാൻ വയ്യ. എനിക്ക് ഉടനെ എൻ്റെ അമ്മയെ കാണണം. ഇനി അമ്മ പാർവതിയെ കാണാൻ വരുമ്പോ, പാർവതി എൻ്റെ ഈ വിഷമം അമ്മയോട് പറയണം കേട്ടോ. ഞാനത് എപ്പോഴും പറയാറുണ്ട് വിശാൽ സർ. ശരി, അമ്മയുടെ നിശ്ചയം അതാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അതെ, അമ്മ നേരിട്ട് വന്നില്ലെങ്കിലും ഇന്നലെ എൻ്റെ സ്വപ്നത്തിൽ വന്നിരുന്നു പാർവതി. അതെ, ഇന്നലെ പാർവതി എന്ന പ്രസാദത്തിന്റെ അത്ഭുതമാണെന്ന് തോന്നുന്നു. ഞാൻ ഇന്നലെ ശാന്തമായി ഉറങ്ങി. അങ്ങനെ എല്ലാം മറന്നുറങ്ങുമ്പോഴാ അമ്മ സ്വപ്നത്തിൽ വന്നത്. സ്വപ്നത്തിൽ എന്താ കണ്ടതെന്നറിയോ? അമ്മ എന്നെ താരാട്ട് പാടി ഉറക്കുന്നു. ഞാൻ അമ്മയുടെ മടിത്തട്ടിൽ കിടന്ന് ആ താരാട്ട് കേട്ട് സുഖമായി ഉറങ്ങുന്നു. വിശാൽ സർ, സാറ് സ്വപ്നത്തിലാണിത് കണ്ടതെങ്കിലും ഇന്നലെ രാത്രി അമ്മ ഇവിടെ വന്നിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.